യോഗദീപ്തി. ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ വയനാട് ജില്ലാ വനിതാ കമ്മിറ്റി അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് തെറാപ്യൂട്ടിക് യോഗ എന്ന വിഷയത്തിൽ പലവിധ രോഗങ്ങൾക്കനുസൃതമായ യോഗാസനങ്ങൾ പരിചയപ്പെടുത്തുന്ന പരിപാടി. യോഗദീപ്തി. പ്രിയ ശ്രോതാക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ മാനസി നമ്പ്യാർ, കൽപ്പറ്റ ജില്ലാ ആയുർവേദ ആശുപത്രിയിലെ നാഷണൽ ആയുഷ് മിഷൻ മെഡിക്കൽ ഓഫീസറാണ്. ഞാൻ ഇന്നിവിടെ സംസാരിക്കുന്നത് പ്രമേഹവും രക്താതിമർദ്ദവും നിയന്ത്രിക്കുന്ന 3 യോഗാസനങ്ങളെ കുറിച്ചാണ്. ഭാരതം ലോകത്തിന് നൽകിയ അമൂല്യമായ ജീവിതചര്യയാണ് യോഗ. യോഗ ഇന്ന് അന്താരാഷ്ട്ര തലത്തിൽ പ്രചുര പ്രചാരം നേടിയിരിക്കുന്നു. ഏതു ദേശത്തിലുള്ളവർക്കും പ്രായ ലിംഗ വർഗഭേദമന്യേ ശീലിക്കാവുന്നതാണ് യോഗ. ചിട്ടയായ യോഗാ പരിശീലനം വ്യക്തികളുടെയും അതുവഴി സമൂഹത്തിൻ്റെയും മെച്ചപ്പെടുത്തലിന് സഹായിക്കുന്നു. ശാസ്ത്ര പുരോഗതി മനുഷ്യന്റെ അധ്വാനം കുറച്ചു, സുഖ സൗകര്യങ്ങൾ കൂട്ടി, വായുയുടെ രുചിക്ക് പ്രാധാന്യമേറി. ഈ അവസ്ഥ ആരോഗ്യത്തിനും യഥാർത്ഥ സുഖത്തിനും അനുയോജ്യമാണോ എന്ന് ചോദിച്ചാൽ നിഷേധമാണ് ഉത്തരം. ജീവിതശൈലീ രോഗങ്ങൾ എന്ന ഒരു പുതിയ വിഭാഗം ചികിത്സാശാസ്ത്രത്തിൽ കൂട്ടിച്ചേർക്കാൻ ഇത് കാരണമായി. യോഗാസന പരിശീലനം ഇതിനൊരു പരിഹാരമായി സർവത്ര അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. രോഗങ്ങൾ വരാതിരിക്കാനുള്ള കരുതലും വന്ന രോഗത്തെ അകറ്റാനുള്ള മാർഗവും രണ്ടാണ്. യോഗ ആദ്യ വിഭാഗത്തിലാണ് പെടുക. അത് വെറും ശാരീരിക പ്രവർത്തനമല്ല. ശരീരം, മനസ്സ്, പ്രാണൻ ഇവ 3നെയും കൂട്ടിയിണക്കിയുള്ള ഒരു സമഗ്ര പദ്ധതിയാണത്. അതുകൊണ്ട് യോഗാസനങ്ങളിൽ ശാസ്ത്രീയമായ ശാരീരിക ചലനങ്ങൾ വരും, ക്രമീകൃതമായ ശ്വാസരീതികൾ വരും, ധ്യാനാനുകൂലമായ മാനസിക വ്യാപാരങ്ങളും വരും. അതുതന്നെയാണ് ആസനങ്ങളെ സാധാരണ വ്യായാമങ്ങളിൽ നിന്നും ഭിന്നമാക്കുന്നത്. ഒന്നാമതായി ധനുരാസനം. ചെയ്യേണ്ട വിധം: കമഴ്ന്ന് നേരെ നിവർന്ന് കിടക്കുക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കണങ്കാൽ മുകളിലേക്ക് വളയ്ക്കുക. കൈകൾ പുറകിലേക്ക് എടുത്ത് ഇടതുകൈ ഇടതുകാൽ പാദത്തിലും വലതുകൈ വലതുകാൽ പാദത്തിലും പിടിക്കുക. 2 പ്രാവശ്യം ശ്വാസം എടുത്തു വിടുക. ഈ നിലയിൽ ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കാലുകൾ മുകളിലേക്ക് ഉയർത്തുക. തലയും മുകളിലേക്ക് ഉയർത്തുക. കാലിൻ്റെ മുട്ടുകൾ അല്പം വിടർത്തി കാലുകളും ഉടലും ഉദരത്തിൽ പൂർണ്ണമായും ശക്തി കൊടുത്തുകൊണ്ട് മുകളിലേക്ക് വളയ്ക്കുക. ഈ നിലയിൽ ശരീരത്തിന് കുലച്ച വില്ലിൻ്റെ ആകൃതിയായിരിക്കും. ഈ അവസ്ഥയിൽ ശ്വാസോച്ഛ്വാസം അല്പം ദ്രുതഗതിയിലായിരിക്കും. ഏകദേശം 20 സെക്കൻഡിന് ശേഷം ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കൈകൾ കാലിൽ നിന്ന് വിടുവിച്ച് പൂർവ്വസ്ഥിതിയിലേക്ക് എത്തി വിശ്രമിക്കുക. നേട്ടങ്ങൾ: നട്ടെല്ലിന് ഏറെ വഴക്കം നൽകുന്ന ആസനമാണിത്. നട്ടെല്ല് സംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ശമനമുണ്ടാക്കുന്നു. ദഹനേന്ദ്രിയങ്ങൾ ഊർജ്ജസ്വലമാകുന്നു. മലബന്ധവും ദഹനക്കേടും വായുകോപവും ശമിക്കുന്നു. ധനുരാസനത്തിന്റെ നിത്യപരിശീലനം ശരീരത്തിൽ കൊഴുപ്പ് കുറയ്ക്കുന്നു. അതുകൊണ്ടുതന്നെ രക്താതിമർദ്ദമുള്ളവർക്ക് ധനുരാസനം പ്രത്യേകം ശുപാർശ ചെയ്യപ്പെടുന്നു. സ്ത്രീകൾക്ക് ധനുരാസനം വളരെ പ്രയോജനകരമാണ്. പാൻക്രിയാസിനെ ക്രമീകരിക്കുന്നതിനാൽ പ്രമേഹ രോഗികൾക്ക് ധനുരാസനം ശുപാർശ ചെയ്യപ്പെടുന്നു. അസ്ഥികൾ പൊതുവെ ശക്തിപ്പെടുന്നു. രണ്ടാമതായി അർദ്ധ മത്സ്യേന്ദ്രാസനം. ഹഠയോഗത്തിന്റെ ആദ്യകാല ഗുരുക്കളിൽ ഒരാളായ മത്സ്യേന്ദ്രനാഥ മഹർഷിയുടെ പേരിലാണ് ഈ ആസനം അറിയപ്പെടുന്നത്. ചെയ്യേണ്ട വിധം: കാലുകൾ മുൻപിലേക്ക് നിവർത്തി തറയിലിരിക്കുക. ഇടതുകാലിൻ്റെ കണങ്കാൽ മുട്ടിൽ നിന്ന് വളച്ച് പൃഷ്ഠഭാഗത്തേക്ക് കൊണ്ടുവരിക. കാൽപ്പത്തി ചരിച്ച് അരക്കെട്ടുയർത്തി ചെരിഞ്ഞ കാൽപ്പത്തിക്ക് മുകളിൽ ഇരിക്കുക. മടക്കിയ കാൽ ശരീരത്തിന് മുൻപിലേക്ക് നിലത്തോട് ചേർന്നിരിക്കണം. വലതുകാൽ മുട്ടുയർത്തി കണങ്കാൽ ശരീരത്തിലേക്ക് അടുപ്പിച്ച് ഇടതുകാലിൻ്റെ തുടയ്ക്ക് മുകളിലൂടെ എടുത്ത് അതിൻ്റെ പുറകുഭാഗത്തായി പാദം ഉറപ്പിക്കുക. ഈ നിലയിൽ ശരീരത്തെ നിവർത്തി താടി ഉയർത്തി ഇരിക്കുക. ഉടൽ 90 ഡിഗ്രിയിൽ വലതുവശത്തേക്ക് ചരിച്ച് ശ്വാസം വിട്ടുകൊണ്ട്
ഇടതു കൈ മുട്ടുയർത്തി ഉയർന്നിരിക്കുന്ന വലതുകാൽ മുട്ടിന്റെ പുറം ഭാഗത്തേക്ക് താഴ്ത്തി വെക്കുക. 2-3 തവണ ശ്വാസോച്ഛ്വാസം നടത്തുക. ഉച്ഛ്വസിച്ചുകൊണ്ട് ഉടൽ മുന്നിലേക്ക് ആഞ്ഞ് വലതുകാൽ മുട്ട് ഇടതു കക്ഷത്തിനുള്ളിൽ കഴിയുന്നത്ര ചേർത്തു വയ്ക്കുക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് വലതുകൈ പുറത്തിനു താഴെ പിന്നിലേക്കെടുത്ത് ശരീരത്തോട് ചേർത്ത് കൈപ്പത്തി കഴിയുന്നത്ര ഇടതുവശത്തേക്ക് കൊണ്ടുവരിക. അതോടൊപ്പം ഇടതുകൈ പുറം ഭാഗത്തുകൂടി പിന്നിലേക്ക് കൊണ്ടുവന്ന് വലതുകൈ വിരലിൽ പിടിക്കാൻ ശ്രമിക്കുക. തുടക്കത്തിൽ കൈവിരലുകൾ പരസ്പരം സ്പർശിക്കാൻ മാത്രമേ കഴിഞ്ഞെന്നു വരികയുള്ളൂ. എന്നാൽ കൂടുതൽ പരിശീലനത്തിലൂടെ കൈപ്പത്തികൾ ചേർത്തു പിടിക്കാനും അതിനുശേഷം കൈക്കുഴകൾ വരെ ചേർത്തു പിടിക്കാനും സാധിക്കും. താടി ഉയർത്തി ചരിച്ച് ഇടതു തോളിന് മുകളിലൂടെ മുകളിലേക്ക് നോക്കുക. ദൃഷ്ടികൾ ഭ്രൂമധ്യത്തിലായിരിക്കണം. ഈ നിലയിൽ 30 സെക്കൻഡോളം സാധാരണ ശ്വാസത്തോടെ ഇരിക്കുക. കൈകൾ സ്വതന്ത്രമാക്കുക. വലതുകാൽ സ്വതന്ത്രമാക്കി നിവർത്തി വയ്ക്കുക. ഇടതുകാലും നിവർത്തി നേരെയിരിക്കുക. ഇതേ വ്യായാമം വലതുകാലിൽ തുടങ്ങി ആവർത്തിക്കുക. നേട്ടങ്ങൾ: അർദ്ധ മത്സ്യേന്ദ്രാസനം നട്ടെല്ലിന് വളരെയധികം വ്യായാമം നൽകുന്നു. കശേരുക്കൾ 2 ദിശയിലേക്കും തിരിയുന്നു. നട്ടെല്ലിലെ തന്തുക്കൾക്ക് വലിവ് കിട്ടുന്നതിന് പുറമെ നല്ല രക്തസഞ്ചാരവും നാഡികൾക്ക് ബലവും ഉണ്ടാകുന്നു. പാർശ്വങ്ങളിലേക്കുള്ള വലിവ് മുതുകുവേദനയെയും സന്ധിവാതത്തെയും ശമിപ്പിക്കുന്നു. രക്തചംക്രമണം കൂട്ടുന്നു. ഹൃദയാരോഗ്യം വർദ്ധിപ്പിക്കുന്നു. ശ്വാസോച്ഛ്വാസം വർദ്ധിക്കുന്നു. ശ്വാസകോശ ആരോഗ്യവും വർദ്ധിക്കുന്നു. പാൻക്രിയാസിനെ ക്രമീകരിക്കുന്നതിനാൽ അർദ്ധ മത്സ്യേന്ദ്രാസനം പ്രമേഹ രോഗികൾക്ക് പ്രത്യേകം ശുപാർശ ചെയ്യപ്പെടുന്നു. ഈ ആസനം നാഡീബല വർധനയ്ക്ക് പ്രത്യേകം ഊന്നൽ നൽകുന്നതുകൊണ്ട് കേന്ദ്ര നാഡീവ്യൂഹത്തിന്റെ ശേഷി വളരെ വർദ്ധിപ്പിക്കുന്നു. തന്നിമിത്തം മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും പൊതുവായ ശാരീരിക മാനസിക സൗഖ്യത്തിനും വളരെ സഹായിക്കുന്നു. മൂന്നാമതായി വജ്രാസനം. ശരീരപേശികൾക്ക്, പ്രത്യേകിച്ച് കാലുകളുടെയും അരക്കെട്ടിൻ്റെയും പേശിക്ക് വജ്രതുല്യമായ ഉറപ്പ് നൽകുന്നു എന്ന അർത്ഥത്തിലാണ് ഈ ആസനം വജ്രാസനം എന്ന് അറിയപ്പെടുന്നത്. ദഹനേന്ദ്രിയ വ്യവസ്ഥ, പ്രത്യുൽപാദന വ്യവസ്ഥ, കേന്ദ്ര നാഡീ വ്യവസ്ഥ ഇവയുടെ പ്രവർത്തനം ഊർജിതപ്പെടുത്താൻ ഏറെ സഹായിക്കുന്നതാണ് വജ്രാസനം. ചെയ്യേണ്ട വിധം: കാലുകൾ നീട്ടി നിവർന്നിരിക്കുക. ഇരു കാലുകളുടെയും കണങ്കാലുകൾ പുറകിലേക്ക് മടക്കുന്നതോടൊപ്പം അരക്കെട്ട് മുകളിലേക്കുയർത്തി പാദങ്ങളുടെ ഉപ്പൂറ്റിയിൽ ആദ്യം ഇരിക്കുക. ക്രമേണ ഉപ്പൂറ്റികൾ വശങ്ങളിലേക്ക് ചരിച്ച് കാൽവെള്ളയിൽ ഇരിപ്പുറപ്പിക്കുക. കാൽമുട്ടുകൾ ചേർന്നിരിക്കാൻ ശ്രദ്ധിക്കണം. കൈകൾ നീട്ടി കാൽമുട്ടുകൾക്ക് മുകളിലായി കൈപ്പത്തികൾ അവയെ പൊതിയുന്ന വിധം പിടിച്ചിരിക്കുക. നട്ടെല്ലും കഴുത്തും നന്നായി നിവർന്നിരിക്കണം. നോട്ടം നേർദിശയിലായിരിക്കണം. ശ്വാസോച്ഛ്വാസം സാധാരണഗതിയിലായിരുന്നാൽ മതി. നേട്ടങ്ങൾ: ദഹനത്തെ വളരെ ഉത്തേജിപ്പിക്കുന്നതുകൊണ്ട് അഗ്നിമാന്ദ്യം, അമിത അമ്ലത, വായുകോപം തുടങ്ങിയവ പരിഹരിക്കുന്നതിന് ഈ ആസനം ഉത്തമമാണ്. പാൻക്രിയാസിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനാൽ പ്രമേഹ ശമനത്തിനും ഈ ആസനം ഉത്തമമാണ്. രക്താതിമർദ്ദമുള്ളവർക്ക് മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും സ്ട്രെസ് കുറയ്ക്കാനും സഹായിക്കുന്നു. ഈ 3 ആസനങ്ങൾ രക്താതിമർദ്ദവും പ്രമേഹവും കുറയ്ക്കാൻ സഹായിക്കുന്നു. യോഗ ആഡ്സ് ലൈഫ് ടു ഇയേഴ്സ് ആൻഡ് ഇയേഴ്സ് ടു ലൈഫ് എന്ന് പറയാറുണ്ട്. നമ്മുടെ ആയുസ്സും ആരോഗ്യവും മെച്ചപ്പെടുത്തുന്നതിന് മാത്രമല്ല, സമൂഹത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും യോഗ സഹായിക്കുന്നു. ജീവിതത്തിൻ്റെ ഓരോ ദിനവും ഓരോ നിമിഷത്തിനും പുത്തൻ ഉണർവ് നൽകാൻ യോഗയ്ക്ക് സാധിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. യോഗദീപ്തി. ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ വയനാട് ജില്ലാ വനിതാ കമ്മിറ്റി അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് തെറാപ്യൂട്ടിക് യോഗ എന്ന വിഷയത്തിൽ പലവിധ രോഗങ്ങൾക്കനുസൃതമായ യോഗാസനങ്ങൾ പരിചയപ്പെടുത്തുന്ന പരിപാടി യോഗദീപ്തി.